പാലാ ടൗണുമായിട്ട് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ മാത്രം പോയി കഴിയുമ്പോൾ നല്ലൊരു 12 സെന്റ് സ്ഥലത്തില് 2500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി റെസിഡൻഷ്യൽ മേഖലയിൽ കംപ്ലീറ്റ് റൂഫ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല കേരള തനിമയോട് കൂടിയുള്ള നല്ല അടിപൊളി വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. 1,15,00,000 രൂപയാണ് ചോദിക്കുന്ന വില. അത് നെഗോഷ്യബിളുമാണ്. കിണറുണ്ട്, വെള്ളമുണ്ട്. ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്ത മേഖലയാണ്. അതുപോലെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. മറ്റ് അലമ്പുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ള മേഖലയല്ല. നല്ല ശാന്തമായ ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ വീടിന്റെ മൊത്തം ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം മീനച്ചിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. ഈ വീട് നേരിട്ട് കാണണം എന്ന് പറഞ്ഞാൽ ഉടനടി നിങ്ങൾക്ക് വരാം, കാണാം. നേരിട്ട് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ പുതുപുത്തൻ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പാലാ ടൗണിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണിത്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലെ ഏറ്റവും ആദ്യമായിട്ടിരിക്കുന്ന വീട് തന്നെയാണിത്. ചോദിക്കുന്ന വില 1,15,00,000 രൂപ മാത്രമാണ്. നെഗോഷ്യബിളുമാണ്. നല്ലൊരു പ്രത്യേക മോഡലിൽ പണിതീർത്തിരിക്കുന്ന നല്ലൊരു ഗേറ്റ് ഉണ്ട്. അത് ഇപ്പുറത്തെ സൈഡിലുള്ള വീടുകളൊക്കെ നമുക്ക് കാണാം. മീനച്ചിൽ ഹോംസ് വഴി ഇതിൽ നടന്ന പല വീടുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ടാർ റോഡ് തന്നെയാണ്. ടാർ റോഡ് സൈഡിൽ നിന്ന് നമ്മുടെ ഈ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇത് നല്ല ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ലൊരു മുറ്റവും സൗകര്യങ്ങളും ഒക്കെയാണ്. 12 സെൻറ്റ് സ്ഥലമാണ്. 12 സെൻറ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. വീടിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പക്കയായിട്ട് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെ. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് മുറ്റം. നമുക്ക് കാണാം നല്ല മുറ്റമുള്ള നല്ല അഴകുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച്, ഇവിടെ കിണർ, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വീടിൻ്റെ കിണർ. അപ്പോൾ നമ്മൾ നേരെ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ്. വെള്ളത്തിനൊരു ഷോർട്ടേജും ഇല്ലാത്ത ഒരു മേഖലയാണ്. നമ്മൾ നേരെ ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. ചുറ്റിലും നമുക്കൊന്ന് നടന്നു നോക്കാം. ബാക്ക് സൈഡിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ നല്ല മുറ്റവും സൗകര്യങ്ങളും ഒക്കെയാണ് ഇവിടെ തന്നെ ഉള്ളത്. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നല്ല റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ചുറ്റുമുള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ്. അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് അലക്കുകല്ല് നമ്മൾ കണ്ടു. അങ്ങനെ ചുറ്റുവട്ടം ഒന്ന് കറങ്ങി നല്ല മുറ്റവും സൗകര്യങ്ങളും ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കറങ്ങി നമ്മൾ നേരെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് വീണ്ടും വരികയാണ്. ഫ്രണ്ട് വ്യൂവിൽ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ നല്ലൊരു മുറ്റം തന്നെയാണ് ഇവിടെ. ഇനി ഫ്രണ്ട് സിറ്റ് ഔട്ട് നമുക്ക് നോക്കാം. സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ്. അവിടെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുക. നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ജനൽപ്പാളികളാണ്. ജനൽപ്പാളികളെല്ലാം തേക്കാണ്. ചുറ്റുമുള്ള മുഴുവൻ ജനൽപ്പാളികളും തേക്കാണ്. ഫ്രണ്ട് ഡോറ് തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ്, കട്ടള മുഴുവൻ ആഞ്ഞിലി, അത് തേക്ക് പാനൽ ചെയ്തിരിക്കുന്നതാണ്. നേരെ ഡോറ് തുറന്ന് നമ്മൾ വീടിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴും നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം. നല്ല ഇൻറ്റീരിയർ വർക്കോടുകൂടി, നല്ല ഫാൻസി ലൈറ്റുകളോടുകൂടി, നല്ല ഇൻറ്റീരിയർ വർക്കോടുകൂടിയുള്ള നല്ല അടിപൊളി വീട് തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഷോക്കേസുകൾ നമുക്കിവിടെ കാണാം. നമ്മളുടെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഫോട്ടോസൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു
ഒരു ഷോക്കേസ് നമുക്കിവിടെ കാണാം. ഇവിടെയാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുക. ഇതാണ് തടി കൊണ്ടുള്ള പാർട്ടീഷൻ വർക്ക്. തേക്കൻ തടി കൊണ്ട് തന്നെയാണ് ഈ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുക. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി. നല്ല വലിപ്പം കൊണ്ടും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും ഡൈനിങ് ഹാളും അതിമനോഹരമാണ്. അവിടുന്ന് നമ്മൾ ഈ സൈഡിൽ ബെഡ്റൂമുകളുടെ ഡോറുകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വാഷ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല വാഷ് ഏരിയയും നല്ല രീതിയിൽ കൗണ്ടർ ചെയ്ത് നല്ല ഒരു കൗണ്ടർ പോലെയാക്കി നല്ലൊരു മറയുള്ള രീതിയിൽ തന്നെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുക. അവിടുന്ന് നമ്മൾ നേരെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കാണുവാനായിട്ട് കയറി. ബെഡ്റൂമിൻ്റെ ജനൽപ്പാളികളുടെ സൗകര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഒരു ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാന്, ഒരു ഫാൻസി ലൈറ്റ് എന്നിവ കൊണ്ടും നല്ല രീതിയിലാണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് കബോർഡ് വർക്കുകൾ, തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു. ഇത് നല്ല വലിപ്പമുള്ള ഒരു ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൻ്റെ ഡോറുകളാവട്ടെ, അല്ലെങ്കിൽ കബോർഡ് വർക്കുകളാവട്ടെ, അല്ലെങ്കിൽ മറ്റേ ബാത്റൂം ഫിറ്റിങ്സുകളാവട്ടെ, എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ഒരു വീട് തന്നെയാണ്. എല്ലാ മെറ്റീരിയലുകളും ബ്രാൻഡഡാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ബെഡ്റൂമിൻ്റെ ഡോറുകളും തേക്ക് തന്നെയാണ്. ഇവിടെ നിന്ന് ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുമ്പോൾ ഇതാണ് നല്ല ജനൽപ്പാളികൾ. AC പോയിൻ്റ് ഈ ബെഡ്റൂമിലുമുണ്ട്. അതുപോലെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. കിച്ചണിലും വന്നിട്ടുണ്ട്. നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളം കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വീട് ഇരിക്കുന്ന ലൊക്കേഷൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡുമായിട്ടൊരു 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററിനും ഇടയിലാണ് ദൂരം. അത് നല്ല വീതിയുള്ള ടാർ റോഡ് തന്നെ വന്നു കഴിഞ്ഞാൽ ആ ടാർ റോഡിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ്, PWD റോഡിൽ നിന്നും 200 മീറ്റർ ദൂരം മാത്രം വന്നാൽ മതി പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങുവാനായിട്ട്. ഇവിടെ നിന്ന് 3ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ്. നമുക്ക് കോളേജ്, സ്കൂള്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിളായിട്ട് ലഭിക്കുന്നതാണ്. പാലാ സെൻറ് തോമസ് കോളേജ്, അതുപോലെ തന്നെ അൽഫോൻസ കോളേജ്, അതുപോലെ തന്നെ സ്കൂളുകൾ, കാർമൽ സ്കൂള്, സെൻറ്റ് മേരി സ്കൂള്, ഇങ്ങനെയുള്ള സ്കൂളുകൾ, എല്ലാ സ്കൂളിൻ്റെയും ബസ്സുകൾ, പാലാ ചുറ്റുവട്ടമുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിൻ്റെ 100 മീറ്റർ അടുത്തുകൂടെ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ കോളേജുകൾ, എൻജിനീയറിംഗ് കോളേജുകൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെയുള്ള ഇതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, പാലാ മരിയൻ സെൻട്രൽ ഹോസ്പിറ്റൽ, ചെറുപുഷ്പ ഹോസ്പിറ്റൽ, കാർമൽ ഹോസ്പിറ്റൽ, എല്ലായിടത്തോട്ടും വിത്തിൻ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങളുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയാണ്. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതും. എല്ലാവരും വിദേശത്തേക്കൊക്കെ പോയി അവിടെ സെറ്റിലാവുന്ന ഇന്നത്തെ ഒരു പുതിയ തലമുറ, പുതിയ കൾച്ചറിൽ എപ്പോഴും റെസിഡൻഷ്യൽ മേഖലയിലാണ് വീടെടുക്കുവാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുക. തൊട്ടടുത്തൊക്കെ അയൽവാസികളുള്ള മേഖലയിൽ തന്നെയാണ് എല്ലാവരും വീടെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പേരൻസ് തന്നെ വീട്ടിൽ കാണുകയുള്ളൂ, മക്കളൊക്കെ വിദേശത്തോടെയൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഇപ്പോൾ സെർവൻ്റ് വീട്ടിലുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ അവർക്കൊന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന രീതിയിൽ തൊട്ടയൽവക്കം ഉള്ള നല്ലൊരു മേഖല തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരെയാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുക. അങ്ങനെ നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി. കിച്ചൺ നല്ല മനോഹരമായ കിച്ചനാണ്.
ഇവിടെ തേക്കൻ തടി കൊണ്ടുള്ള കബോർഡുകളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനി ചെയ്തിട്ടുണ്ട്. അതും നല്ല കമ്പനിയുടെ ഫാബറിൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റൗ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തം തേക്കൻ തടിയാണ് ഇവിടെ ചെയ്തിരിക്കുക. നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി അവിടെ പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ പണി കഴിപ്പിച്ച നല്ലൊരു ഗംഭീര വീട് എന്ന് തന്നെയാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. കാരണം ഈ ബിൽഡറെ അദ്ദേഹം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം എന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് വീട് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഡയലോഗ്, ചേട്ടൻ്റെ വീട് എപ്പോഴും നല്ല രീതിയിൽ തന്നെയല്ല ചേട്ടൻ എപ്പോഴും കൺസ്ട്രക്ഷൻ ചെയ്യുക, ഒന്നും എടുത്തു പറയാനൊന്നുമില്ല, എല്ലാം ഭംഗിയാണ്, ഏറ്റവും മനോഹരമാണ്. അങ്ങനെ തന്നെയാണ്. കാരണം ഏറ്റവും നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന, നല്ല ഒരു ഭംഗിയായിട്ട് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരാളുടെയാണിത്. അദ്ദേഹം ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിൽ സമയമെടുത്ത് വീടിൻ്റെ പണി പൂർത്തിയാക്കിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 100% വിശ്വസിച്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് ഇത് എന്ന് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. നേരിൽ വന്ന വീട് കാണാം. അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.